ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് പപ്സും അല്ല എന്നാൽ പപ്സിനെക്കാട്ടിലും ടേസ്റ്റുള്ള ഒരു പപ്സിൻ്റെ രൂപത്തിലുള്ള ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു പപ്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 1/4 ടീസ്പൂൺ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതാ ഒരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓയിലിന് പകരം ബട്ടറും ഒക്കെ ചേർത്ത് കൊടുക്കുക. ഇനി 1 കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് 1/4 കപ്പ് മാത്രമേ ആവശ്യമായിട്ട് വന്നിട്ടുള്ളൂ. കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അത് ഒന്ന് നന്നായി കുഴച്ചെടുക്കണം. അപ്പോൾ എല്ലാ പൊടിക്കും ഒരേ അളവായിരിക്കണം എന്നില്ല വെള്ളത്തിനത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, എനിക്കൊരു 1/4 കപ്പ് മാത്രമേ ആവശ്യമായി വന്നിട്ടുള്ളൂ ഈ 2 കപ്പ് മൈദപ്പൊടിക്ക്. അപ്പോൾ നിങ്ങൾ ഇതിൽ ഇരട്ടി പൊടി എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് വെള്ളം എടുക്കേണ്ടി വരും. അപ്പോൾ അതാ ഞാൻ 1 കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ട് അതിന് ആകെ 1/4 കപ്പ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി വെള്ളമൊക്കെ എത്ര മതിയാവും. ഇനി നന്നായി ഒന്ന് കുഴച്ചെടുക്കണം. ഒരു 10-15 മിനിറ്റ് നന്നായി നല്ല ബലം കൊടുത്തിട്ട് തന്നെ നന്നായി സോഫ്റ്റായി കുഴച്ചെടുക്കണം. അപ്പോൾ അതാ നമ്മുടെ മാവ് നമ്മുടെ കയ്യിൽ ഒട്ടി പിടിക്കാത്ത രീതിയിൽ വേണം നമ്മൾ കുഴച്ചെടുക്കാൻ. ഇനി നന്നായി കുഴച്ചെടുത്തതിന് ശേഷം അത് കുറച്ച് സമയം അവിടെ റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കാം. ഇനി ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതാ ഒരു ചെറിയ ഉള്ളി കനം കുറച്ച് നല്ല ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ്. എന്നിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് 1 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊന്നും അധികമായി പോവണ്ട. നമ്മൾ ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കനാണ് ഇതിൽ മുന്നിട്ട് നിൽക്കേണ്ടത്. അപ്പോൾ പാകത്തിന് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഞാൻ കുറച്ച് ചിക്കൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കന് ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ചിട്ട് അത് നന്നായി ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അത് ഈ പാനിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു 1/4 ടീസ്പൂണ് ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതാ കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇതൊക്കെ ചേർത്ത് കൊടുക്കുക. ഞാൻ ഈ പൊടികൾ മാത്രം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി അത് ഫ്ലെയിം ഓഫ് ചെയ്ത് അവിടെ മാറ്റി വെക്കുക. ഇനി ഒരു ബൗളിലേക്ക് 2 ടീസ്പൂണ് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കേക്കിലൊക്കെ ഉപയോഗിക്കുന്ന ബേക്കിംഗ് പൗഡർ. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട. ഈ ഓയിലിൽ വെച്ചിട്ട് ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതേ രീതിയിൽ ക്രീം രൂപത്തിലായി കിട്ടും. ഇനി നമുക്കത് ഫ്രിഡ്ജിൽ മാറ്റി വെക്കാം. നമുക്ക് ആവശ്യമാകുമ്പോൾ പുറത്ത് എടുത്താൽ മതി. പുറത്ത് വെച്ചാൽ അത് ലൂസായി പോവും. അപ്പോൾ നമ്മുടെ മാവൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഒന്നും കൂടെ കുഴച്ചെടുത്തിട്ട് നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കുക. ചെറിയ ബോൾസ് ആക്കി എടുക്കുക. അപ്പോൾ ചപ്പാത്തിൻ്റെ അത്ര വലുപ്പത്തിലും ആക്കണ്ട, എന്നാൽ പൂരിൻ്റെ അത്ര ആക്കണ്ട. അതിന് രണ്ടിനും ഇടയിലുള്ള ഒരു വലുപ്പത്തിലാണ് ഞാൻ ഇത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായി ഉള്ളിക്കൊക്കെ മടക്കി കൊടുത്തിട്ട് ഇതേ രീതിയിൽ വലുപ്പത്തിലാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് എല്ലാം റെഡിയാക്കി എടുക്കാം. അപ്പോൾ എല്ലതും ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. പരത്തിയെടുക്കാൻ പൊടിയല്ല എടുക്കേണ്ടത്, സൺഫ്ലവർ ഓയിലാണ്. അത് നമ്മൾ എവിടെയാണ് പരത്തുന്നത് അവിടെ കുറച്ച് തേച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ അവിടെ വെച്ചിട്ട് നന്നായി ഒന്ന് പരത്തിയെടുക്കുക. ചപ്പാത്തിൻ്റെ അത്ര വലുപ്പത്തിലാവേണ്ട, നൈസാക്കണ്ട. എന്നാലും ഒരു മീഡിയം വലുപ്പത്തിലാക്കി പരത്തിയെടുക്കുക. പരത്തിയെടുത്തിട്ട് നമ്മൾ നേരത്തെ ഫ്രിഡ്ജിൽ മാറ്റി വെച്ച കോൺഫ്ലോറിൻ്റെ മിക്സ് ഇതിൽ കുറച്ച് തേച്ച് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണൊക്കെ മതിയാവും. കുറച്ച് തേച്ചിട്ട് നമ്മൾ കൈ വെച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് കൈ വെച്ചിട്ട് ആക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 2 ഭാഗത്തുനിന്നും സെൻറ്റർക്ക് ഞാൻ മടക്കി കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിലൊന്നും എണ്ണയൊന്നും തേച്ച് കൊടുക്കണ്ട. ഇനി വീണ്ടും മടക്കി കൊടുക്കുന്നുണ്ട്. വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്താൽ മതി. അപ്പോൾ ഇതേ രീതിയിലാണ് ഞാൻ മടക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളൊന്ന് കൈ വെച്ചിട്ടൊന്ന് അമർത്തി കൊടുക്കണം. ഇതിൻ്റെ ഉള്ളിലൊക്കെ എയർ ബബിൾസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഒന്ന് അമർത്തി കൊടുക്കണം. ഇതേ രീതിയിൽ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം.
അപ്പോൾ ഇതാ മുഴുവനും ഞാൻ ഇതേ രീതിയിൽ മടക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം മടക്കി വെച്ചത് എടുത്തിട്ട് ഒന്നുകൂടി നമുക്ക് പരത്തിയെടുക്കണം. അപ്പോൾ അതെടുത്തിട്ട് വീണ്ടും ഒന്ന് പരത്തിയെടുക്കുക. ഇനി ഓയിലൊന്നും തേക്കേണ്ട ആവശ്യമില്ല. പൊടിയും വേണ്ട കേട്ടോ, പൊടി തട്ടരുത് ഒരിക്കലും. പരത്തിയെടുത്തിട്ട് വീണ്ടും ഒന്നുകൂടെ മടക്കിയെടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊന്നും ഇനി ഒന്നും തേക്കണ്ട, അത് ഇങ്ങനെ മടക്കിയെടുത്താൽ മതി. നേരത്തെ ചെയ്ത രീതിയിൽ തന്നെ ഇതേ രീതിയിൽ മടക്കിയെടുത്താൽ മതി. അപ്പോൾ വീണ്ടും ഞാൻ മടക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് സമയം അവിടെ റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കുക. എന്നിട്ട് വേണം ഇത് പരത്താൻ. അപ്പോൾ ഒരു 10 മിനിറ്റ് അവിടെ റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെച്ചതിന് ശേഷം ഞാനിത് വീണ്ടും എടുത്ത് പരത്തുകയാണ്. അപ്പോൾ പപ്സ് എന്ന് പറയുന്നത് പുറമെ നല്ല ക്രിസ്പി ആയിട്ടും പൊടിഞ്ഞു പോണ പപ്സ് ആണല്ലോ നമ്മൾ ബേക്കറി കടകളിൽ നിന്നൊക്കെ കിട്ടുക. അതേ രീതിയിൽ തന്നെയാണിത്. അപ്പോൾ ഈ ഒരു വലുപ്പത്തിൽ ഞാൻ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെച്ച് കൊടുക്കുക. അപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂണൊക്കെ മതിയാവും, അധികം ഒന്നും ആവേണ്ട. എന്നിട്ട് നമുക്ക് പപ്സിൻ്റെ രീതിയിൽ തന്നെ 4 കോർണറിനും ഒന്ന് മടക്കിയെടുക്കുക. കൈ വെച്ചിരുന്ന് പ്രസ് ചെയ്താൽ തന്നെ അത് അവിടെ ഒട്ടി പിടിക്കും. അപ്പോൾ 4 ഭാഗത്തുനിന്നും ഞാനൊന്ന് മടക്കിയെടുക്കുകയാണ്. ഇനി അതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് ഇതേ രീതിയിൽ ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതേ രീതിയിൽ വേണമെങ്കിൽ ഫ്രൈ ചെയ്യണമെങ്കിൽ ഫ്രൈ ചെയ്യുക. ഞാൻ ഒന്നുകൂടെ അത് സെൻറ്റർക്ക് മടക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും സെൻറ്ററിക്കൊന്ന് എല്ലാം കൂടെ ഒന്ന് ആ ഗ്യാപ്പ് വരുന്ന ആ ഭാഗമൊക്കെ ഒന്നും കൂടി കൂട്ടിയിട്ട് ഒന്നുകൂടി മടക്കി പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാനത് തയ്യാറാക്കുന്നത്. ഇനി കൈ വെച്ചിട്ട് 2 ഭാഗം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇത് പരത്തേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതേ രീതിയിൽ മുഴുവനും ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഫില്ലിങ്ങിന് പകരം ഞങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഏത് ഫില്ലിങ് വേണമെങ്കിൽ തയ്യാറാക്കാം. മുട്ട വെച്ചിട്ടോ അല്ലാതെ ഏത് രീതിയിലും വേണമെങ്കിൽ നമുക്ക് ഫില്ലിങ്ങൊക്കെ തയ്യാറാക്കാം. ഞാൻ ഈ ഒരു രീതിയിലാണ് ഞാൻ ഫില്ലിങ്ങൊക്കെ തയ്യാറാക്കിയത്. അപ്പോൾ എല്ലാതും അതേ രീതിയിൽ ചെയ്തെടുത്താൽ മതി. അപ്പോൾ മുഴുവനായും റെഡിയാക്കി എടുത്തിട്ട് നമുക്കിത് ഓയിലിട്ട് കൊടുക്കുക. അപ്പോൾ ഓയിലിൻ്റെ ചൂടെന്ന് പറയുന്നത് നല്ല ചൂടാക്കി എടുക്കണ്ട, ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി എന്ന് അറിയുമ്പോൾ തന്നെ നമുക്കിത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എണ്ണയൊക്കെ ചൂടായി വരുമ്പോൾ അങ്ങനെ ബബിൾസും ഒക്കെ പൊന്താൻ തുടങ്ങും. അപ്പോൾ പതുക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. പതുക്കെ നമുക്ക് കുറച്ച് സമയം പിടിച്ചിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടുകൊണ്ടാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഒരിക്കലും ഫ്ലെയിം കൂട്ടി പോവരുത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കളർ മാറി എന്ന് അറിയുമ്പോൾ ഒന്നുകൂടി തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല മുരുമുരാന്നുള്ള ഒരു പപ്സാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ സമയം വെച്ചിട്ട് വേണം നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മുടെ വെറൈറ്റി ഈ ഒരു പപ്സ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഒരു ക്രിസ്പിനെസ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അടിപൊളി, കയ്യിലെടുത്താൽ പൊടിഞ്ഞു പോണ ഒരു അടിപൊളി പപ്സാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും, ബൈ.